ഇന്ന് ബിഗ് ബോസ് അവർക്ക് കൊടുത്ത ടാസ്കുകളുടെ ഒരു പ്രത്യേകതയായിരിക്കണം. എല്ലാവരും വളരെ നല്ല മൂഡിലാണ് ഇപ്പോൾ ലൈവിനകത്ത്. ലൈവ് കാണാൻ തന്നെ ഒരു പ്രത്യേക പോസിറ്റിവിറ്റി ആയിരുന്നു ആ ഒരു ടാസ്കുകൾക്ക് ശേഷം. ടാസ്ക് അവസാനിച്ചപ്പോൾ തന്നെ കണ്ടത് അനീഷും ഷാനവാസും തമ്മിലൊരു ടോം ആൻഡ് ജെറി വഴക്കാണ്. കഴുത ബുദ്ധിയില്ലാത്ത ജന്തുവാണെന്നും സരികയ്ക്ക് അത് കൊടുത്തത് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണെന്നും ഷാനവാസ് പറയുന്നു. സരിക അത് അക്സെപ്റ്റ് ചെയ്തും ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അല്ല ഷാനവാസേ, ഭാരം ചുമക്കുന്ന ജീവിയാണ് കഴുത, പണ്ട് കാലത്ത് ഭാരം ചുമന്നുകൊണ്ടിരുന്ന ജീവിയാണ് കഴുത എന്ന് അനീഷ് പറയുന്നു. കുറച്ചു നേരം ഇവരുടെ ടോം ആൻഡ് ജെറി ഫൈറ്റ് ഉണ്ടായിരുന്നു ലൈവിനകത്ത്. അതിനുശേഷം ഇപ്പൊ അനീഷും അപ്പാനിഷടുത്തും അനുമോളും കൂടി നിന്നൊരു ആക്ട് ചെയ്തു. കിച്ചൺ ഏരിയയിൽ നിന്നിട്ട് അവര് ദോശ ഇട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവിടെ അനീഷ് പ്ലേറ്റുമായിട്ട് നിന്നപ്പോൾ തൃശ്ശൂർ ആക്സന്റിലൊരു ആക്ട് അവർ നന്നായിട്ട് തന്നെ ചെയ്തു കേട്ടോ. എന്തുട്ടാ പേര് രുക്മിണി, ഹൈറ്റിൽ ഇത്തിരി കുറവുണ്ടേ, അതുകൊണ്ടാണ് ആ ഒരു സ്ലാബിന്റെ മണ്ടയ്ക്ക് നിൽക്കുകയാണ് അനുമോള്, ഇരിക്കുവാണ്. ചേട്ടന്റെ പേരെന്തുട്ടാ? മാധവൻ. നിങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെയായിരുന്നു? ആ സമയത്ത് അപ്പാനി എന്തോ ഒരു കഥ ഉണ്ടാക്കി പറയുന്നുണ്ട്. എന്നിട്ടൊരു ഡയലോഗും, മാധവൻ കട്ടതൊന്നും ചേക്ക് വിട്ട് പോയിട്ടില്ല എന്ന്. ദോശ കൊടുത്ത് അനീഷിനെ പറഞ്ഞു വിടുന്നുണ്ട്. ഡൈനിങ് ടേബിളിൽ പോയി ഇരുന്നതും ഷാനവാസ് അവിടെ ഇരിപ്പുണ്ട്. ഇവർ തമ്മിൽ വീണ്ടും ഒന്ന് തർക്കിക്കുന്നു. ബുദ്ധിയില്ലായ്മ അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നവരോട് ഒന്നും പറയാനില്ല എന്ന് അനീഷ് പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ അക്ബറും ജിസേലും എല്ലാവരും കൂടി നിന്നിട്ടൊരു കോമഡി രംഗമുണ്ട്. അക്ബർ പറയുന്നത് കഴുകൻ എന്ന് പറഞ്ഞപ്പോൾ മറ്റേ 7ാം കടലിന്റെ മുകളിൽ കൂടെ പറന്നിട്ട് പോയി മീനിനെ പിടിക്കുന്നു, അതൊക്കെയാണ് മനസ്സിൽ കൂടി വന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഷാനവാസ് പുള്ളിക്ക് ഇട്ടുകൊടുത്ത പേര് ശവന്തീനി എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നുകൊണ്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ജിസേല് പറയുന്നുണ്ട് പാഴ്സീസ് ഈഗിൾസിനെ വെച്ചിട്ടാണ് അവരുടെ ഫ്യൂണറൽ ചടങ്ങ് നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് വെച്ചിട്ടും അക്ബർ അവിടെ കോമഡി ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു മൂഡാണ് ലൈവിനകത്ത് നിന്ന്. വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ടാസ്ക് ചെയ്തതെന്ന് പലരും അവിടെ പറയുന്നത് കേട്ടു. നാളത്തെ ടാസ്ക് അടിയിലെ അവസാനിക്കുമെന്നും പലരും അവിടെ പറയുന്നത് കേട്ടിരുന്നു. അതെന്തായാലും അങ്ങനെ വരൂ. കാരണം എല്ലാ ദിവസവും ഇങ്ങനെ ഒത്തൊരുമയോടെ തമാശയൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ ഒരു ഓണവില്ലായി പോകും. അതുകൊണ്ട് ഇന്നൊരു ദിവസം വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു മത്സരാർത്ഥികൾക്ക് എന്നാണ് എനിക്ക് മനസ്സിലായത് ലൈവ് കണ്ടതിൽ നിന്നും. കാരണം ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.